ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. ഇന്ന് ഒക്ടോബർ മാസം 2-ാം തീയതി 276-ാമത്തെ ദിവസത്തിലെത്തി. പ്രലോഭനങ്ങളും വെല്ലുവിളികളുമൊക്കെ ഉയരുന്നുണ്ട്. ജീവിതത്തിൻ്റെ അകത്തുനിന്നും പതിമടങ്ങ് പുറത്തുനിന്നും. അവയൊക്കെ എങ്ങനെ നേരിടണമെന്നും എങ്ങനെ അതിജീവിക്കണമെന്നും നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല മാതൃകാപരമായ പാഠം യേശുവാണ്. അപ്പം വർദ്ധിപ്പിച്ച് വലിയൊരു ജനസമൂഹത്തെ തൃപ്തിപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പരീശന്മാരും സാദൂക്യരും യേശുവിനെ പരീക്ഷിക്കുക എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി തങ്ങൾ വിശ്വസിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗമായിരുന്നുവല്ലോ കഴിഞ്ഞ പുലരിയിലും നമ്മൾ ആലോചിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ. യേശുവിൻ്റെ ദൗത്യം സ്വർഗത്തിൽ നിന്നാണെന്ന് തെളിയിക്കാനുള്ള ഒരു വെല്ലുവിളി യോഹന്നാന്റെ സുവിശേഷത്തിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനങ്ങൾ യേശുവിൽ വിശ്വസിക്കേണ്ടതിന് വീണ്ടും ഒരു അടയാളം ആവശ്യപ്പെടുന്നുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ വെളിപ്പെടുത്തലുകളും രക്ഷകനായ ക്രിസ്തുവിനെ തിരിച്ചറിയാനായിട്ട് അവർക്ക് മതിയായവ ആയിരുന്നു. എങ്കിലും അവർ അത് മനസ്സിലാക്കിയില്ല, അല്ലെങ്കിൽ അതിൻ്റെ നേരെ കണ്ണുകൾ അടച്ചു. അതുകൊണ്ടാണ് അവരുടെ മുമ്പിൽ വെച്ച് ഒരടയാളം പ്രവർത്തിക്കേണ്ടതില്ല എന്ന് യേശു ഉറച്ച് നിശ്ചയിച്ചത്. എങ്കിലും അവർ ഉദ്ദേശിച്ച രീതിയിൽ അല്ലെങ്കിലും അവിടുന്ന് അവർക്കൊരു അടയാളം നൽകുന്നുണ്ട്. അത് തൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെടുത്തി യോനായുടെ അടയാളമാണ്. യോനാ പ്രവാചകന്റെ അടയാളം എന്തെന്ന് വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ തന്നെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വിവരിച്ച് നമുക്ക് കിട്ടുന്നുമുണ്ട്. യേശു മരിച്ചവരിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതാണ് താരതമ്യ പാഠം. ഒരുപക്ഷെ വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് ദൈവിക ശക്തി കൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ തങ്ങൾക്ക് കഴിവുണ്ടെന്ന വ്യാജേന അനേകരെ വഴിതെറ്റിക്കുന്ന ഒരു കാലം കൂടി ആയിരിക്കാം അത്. ചില ചരിത്ര ഗ്രന്ഥങ്ങൾ, അക്കാലത്തെ ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അപ്രകാരം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എങ്കിലും അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ രക്ഷാകര കാലത്തിൻ്റെ അടയാളങ്ങളായി പരീശന്മാരും സാദൂക്യരുമൊക്കെ തിരിച്ചറിയേണ്ടതും സ്വീകരിക്കേണ്ടതുമായിരുന്നു. ഇവരെക്കുറിച്ച് ഇങ്ങനെയൊരു വചനമുണ്ട് വേദപുസ്തകത്തിൽ. അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഒന്നും ഗ്രഹിക്കുന്നില്ല. ഇതേ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായത്തിൽ നിന്നാണ്. അവരുടെ ഹൃദയം കഠിനമായിരിക്കുന്നു, അവരുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു. അവർ കാലാവസ്ഥ മുൻകൂട്ടി അറിയാൻ ആകാശത്തിലെ അടയാളങ്ങളെ വിശകലനം ചെയ്യുന്നവരാണ്. എന്നാൽ യേശുവിൻ്റെ വാക്കുകളിലും പ്രവർത്തനങ്ങളിൽ നിന്ന് രക്ഷകന്റെ സാന്നിധ്യവും രക്ഷാകര കാലത്തിൻ്റെ ആവിർഭാവവും തിരിച്ചറിയാൻ കഴിയാത്തവരാണ്. അസാധാരണമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടെന്ന് നടിക്കുകയും ഏറ്റവും സാധാരണ കാര്യങ്ങളിൽ ബോധപൂർവം അജ്ഞരായി മാറുകയും ചെയ്യുന്ന ആളുകൾ. ലോകത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് നല്ല ഗ്രാഹ്യം നമ്മൾ എല്ലാ മേഖലകളിൽ നിന്നും ശേഖരിക്കുന്നവരാണ്. എന്താ പറയുന്നത്, എന്ത് കാര്യം ഗൂഗിൾ ചെയ്ത് നോക്കുന്നവരാണ്. എന്നാൽ ചോറും കറിയും ചായയും കാപ്പിയും പലഹാരങ്ങളും എങ്ങനെയാണ് അമ്മമാർ ഇങ്ങനെ തങ്ങളെ തന്നെ വേവിച്ചുകൊണ്ട് പൊള്ളിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ എത്ര ആളുകൾക്ക് ധാരണയുണ്ട്?
അപ്പോൾ അവനവന് കുറച്ചും കൂടി ചെറിയ ചെറിയ കാര്യങ്ങളെ കുറെ കൂടി ശ്രദ്ധയോടെ നോക്കുവാനായിട്ട്, ശ്രദ്ധിക്കുവാനും മനസ്സിലാക്കുവാനുമായിട്ടൊരു ആഹ്വാനമുണ്ട് യേശുവിൻ്റെതായിട്ട്. അല്പകാര്യങ്ങളിൽ വിശ്വസ്തരെ അനേക കാര്യങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വവും അധികാരവും ചുമതലയും നൽകുമെന്നുള്ള യേശുവിൻ്റെ ഓർമ്മപ്പെടുത്തലും നമുക്കൊരു പുതിയ വഴിത്തിരിവാണ്. അതുകൊണ്ട് പ്രലോഭനങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ യേശു ആകുന്ന നല്ല മാതൃകകൾ നമുക്ക് മറികടക്കാം. ഒപ്പം ഇന്ന് ഗാന്ധി ജയന്തിയാണ്. വാക്കും പ്രവൃത്തിയും രണ്ടല്ല എന്നും അവ ഒന്നാണെന്ന് നമ്മെ ജീവിതം കൊണ്ട് ബോധ്യപ്പെടുത്തിയ മഹാത്മാവായിരുന്നല്ലോ ഗാന്ധിജി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന ഓർമ്മപ്പെടുത്തൽ മാത്രം മതി ആ ഒരു വലിയ സ്മരണയ്ക്ക് മുമ്പിൽ ആദരവുകൾ അർപ്പിക്കുവാനായിട്ട്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.